ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കടകൻ എന്ന മൂവിയാണ്. പുഴയിൽ നിന്ന് അനധികൃതമായിട്ട് മണൽവാരി കാശുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച നായകൻ തന്റെ ജീവിതത്തിൽ ചെന്നുപെടുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ദുബായിലെ മണലാരണ്യങ്ങളിലൂടെ നടന്നു പോകുന്ന നായകനെയാണ് കാണിക്കുന്നത്. ഇനി അവൻ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നതാണ് കാണിക്കുന്നത്. മുസ്തഫ എന്ന പേരുള്ള ഇയാൾ ഉൾപ്പെടെ കുറച്ചു പേരാകട്ടെ പുഴയിൽ നിന്നും മണൽവാരി അത് അനധികൃതമായിട്ട് കടത്തിയാണ് കാശുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ രണ്ട് സംഘങ്ങൾ തമ്മിൽ വളരെയധികം എതിർപ്പായിരുന്നു. ഒന്ന് സുൽഫിയുടെ സംഘവും ഒന്ന് ചുരുളയുടെ സംഘവും. സുൽഫിയുടെ സംഘത്തിന്റെ കയ്യിൽ ലോറി ഉണ്ടായിരുന്നു മണല് കൊണ്ടുപോകാൻ. എന്നാൽ ചുരുളയുടെ സംഘത്തിന്റെ കയ്യിൽ ബൈക്കാണ് ഉണ്ടായിരുന്നത്. അതിൽ ചാക്കിൽ കെട്ടിയായിരുന്നു ഇവർ മണൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ചുരുളി മണൽ കൊണ്ടു കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരിൽ പലരും ഇപ്പോൾ സുൽഫിയുടെ കസ്റ്റമേഴ്സായി മാറി. അതിൽ ചുരുളിക്ക് സുൽഫിയോട് ദേഷ്യമുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും അച്ഛന്മാരാകട്ടെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ചുരുളിയുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. എന്നാൽ സുൽഫിയുടെ ഉപ്പയാകട്ടെ ഇപ്പോഴും ചുരുളിയുടെ കുടുംബത്തെ നല്ലപോലെ സഹായിക്കും. ചുരുളിക്കും സുൽഫിയുടെ ഉപ്പയോട് വലിയ കാര്യമായിരുന്നു. സുൽഫിയുടെ കൂട്ടുകാരായ 3 പേരാണ് ബാപ്പു, സാബിത്ത്, ശരത്ത് എന്നിവർ. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയമാണ്. സുൽഫിയാകട്ടെ ചുരുളിയുടെ പെങ്ങള് ലച്ചുവുമായിട്ട് പ്രണയത്തിലുമായിരുന്നു. എന്നാൽ സുൽഫി ഇങ്ങനെ മണലുവാരി നടക്കുന്നത് ലച്ചുവിന് തീരെ ഇഷ്ടമല്ല. പലതവണ അവൾ അതിനെ എതിർത്തെങ്കിലും ആ എതിർപ്പൊന്നും വകവയ്ക്കാതെയാണ് അവൻ വീണ്ടും മണൽപ്പണിക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. പലപ്പോഴും സുൽഫി ലോഡും കൊണ്ട് പോകുന്ന വഴിക്ക് ചുരുളി അത് ഒറ്റിക്കൊടുക്കുകയും പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ ഇപ്പോൾ സുൽഫി വന്ന് ചുരുളിയെ അടിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ വലിയ പ്രശ്നം നടക്കുകയാണ്. ഒരുവിധം ആൾക്കാരെല്ലാം ഇടപെട്ട് അവരെ രണ്ടുപേരെ രണ്ടു വഴിക്ക് വിട്ടു. ഈ ഒരു പ്രശ്നത്തെ പറ്റി പിറ്റേന്ന് സുൽഫിയുടെ ഉമ്മയോട് മറ്റൊരു സ്ത്രീ വന്ന് പറയുന്നു. അപ്പോഴാണ് സുൽഫി തലേന്ന് രാത്രി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ പറ്റി അവർ അറിയുന്നത് തന്നെ. ഉപ്പാടെ ഉറ്റ സുഹൃത്തായ ഗോപിയുടെ മകനാണ് ചുരുളി. അവന്റെ കൂടി ഇങ്ങനെ വഴക്കിന് പോകുന്നതിന് സുൽഫിയെ പലപ്പോഴും അവന്റെ ഉമ്മ വഴക്ക് പറയാറുണ്ട്. ആ സമയത്ത് അവനെ ലച്ചുവും വിളിക്കുന്നു. തലേന്നുണ്ടായ പ്രശ്നത്തെ പറ്റി അവളും അവനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹൈദർ അവിടേക്ക് കയറി വരുന്നത്. ഉപ്പ അവനോട് തലേന്നത്തെ പ്രശ്നത്തെ പറ്റി ചോദിക്കാൻ തുടങ്ങിയതും അവൻ മതിൽ ചാടി അവിടെ നിന്നും ഇറങ്ങി ഓടി. ലച്ചുവിനെ കോളേജിൽ കൊണ്ടാക്കാൻ പോകുന്ന വഴിക്കെല്ലാം തന്നെ അവൾ അവനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ പണി വിടാൻ പലതവണ അവൾ പറഞ്ഞതാണ്. ഞാനിതെല്ലാം വിടാനും കുറച്ച് സമയം എനിക്ക് താന്നുമാണ് അവൻ അവളോട് തിരിച്ചു പറയുന്നത്. കോളേജിൽ തന്നെയുള്ള എതിർ പാർട്ടിയിലെ ആൾക്കാരുമായിട്ടും സുൽഫിക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവരുമായിട്ടും അവൻ പലതവണ അടിയുണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ചുരുളി ഒറ്റിക്കൊടുത്തിട്ട് സുൽഫിയുടെ ഒരു വണ്ടി പോലീസുകാർ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും അത് വിട്ടുകിട്ടിയിട്ടില്ല. പലതവണയായിട്ട് ഇവരിടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ആരും കാണാതെ കയറിയിട്ട് അതിന്റെ ഓരോ പാർട്സ് ആയിട്ട് ഇളക്കി കൊണ്ടുപോകും. ആ സാധനം കൊണ്ടുപോയി വിറ്റിട്ടെങ്കിലും ആ വണ്ടി അവിടെ ഇട്ടിരിക്കുന്നതിന്റെ നഷ്ടം നികത്താനായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ ഇത്തവണയും അവർ രാത്രി ആ വണ്ടിയുടെ അടിയിൽ നിന്നും ബാറ്ററി ഊരാൻ വേണ്ടി കയറി. സൗണ്ട് കേട്ട് ഇറങ്ങി വന്ന പോലീസുകാരന്റെ തലയിൽ തോർത്തു ചുറ്റി അയാൾ അവനെ അടിച്ചിട്ടിട്ട് ആ ബാറ്ററിയും കൊണ്ട് അവിടെ നിന്നും പോയി. പിറ്റേന്ന് കവലയിൽ വെച്ച് ചുരുളിയെ കണ്ടപ്പോൾ ഹൈദറാകട്ടെ നല്ലപോലെ സംസാരിക്കുകയും അവനെയും കൂട്ടി ചായ കുടിക്കാൻ വേണ്ടിട്ടൊരു കടയിലേക്ക് കയറുകയും ചെയ്യുന്നു. വീട്ടിലെ ആവശ്യങ്ങൾക്ക് കാശ് വേണമെന്ന് ചോദിച്ചിട്ട് അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും അയാളാകട്ടെ അവന്റെ കയ്യിൽ കുറെ കാശ് കൊടുത്തു. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നതാകട്ടെ സുൽഫി കാണുമ്പോൾ അവിടെ നിന്നും അവൻ മാറിപ്പോവുകയും ചെയ്യുന്നു. സുൽഫിയും ഉപ്പയും തമ്മിൽ ഒരു കാര്യത്തിലും ചേരില്ലായിരുന്നു. എന്നാൽ ഈ ഹൈദറിനും പണ്ട് മണൽവാറിൽ തന്നെയായിരുന്നു പണി. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അയാൾ അതെല്ലാം തന്നെ വിട്ടു. അച്ഛന്റെ അതേ പാതയിലേക്ക് അവനും വന്നതോടുകൂടി അയാൾ ആകെ കലിപ്പിലായി. പലതവണ അയാൾ അതിന്റെ ഭവിഷ്യത്തുകളെ പറ്റിയും അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങളെ പറ്റിയും സുൽഫിയോട് പറഞ്ഞെങ്കിലും സുൽഫി അതൊന്നും കേൾക്കാതെയാണ് ഈ പണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അയാൾ വീണ്ടും അവനോട് വഴക്കുണ്ടാക്കുന്നു. അവസാനം അവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വരെ പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞ ലച്ചു ആകെ സങ്കടത്തിലായി. നീ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ നടന്നിട്ട് കാര്യമില്ല. നമുക്കൊരുമിച്ച് ജീവിക്കണമെങ്കിൽ ഈ മണൽപ്പണിയും കൊണ്ട് നടന്നിട്ടും കാര്യമില്ല. ഇപ്പതേ നിന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. അതൊന്നും സാരമില്ല എന്നും നീ ഇതൊന്നും കാര്യമാക്കണ്ടെന്നുമാണ് സുൽഫി പറയുന്നത്. എന്നാൽ ലച്ചുവിന്റെ സങ്കടം കാരണം അവസാനം അവൾ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാം നിർത്താമെന്ന് അവൻ അവൾക്ക് വാക്കുകൊടുക്കുകയാണ്. ഇനി ഒരിക്കലും അടിപിടിക്ക് പോകില്ല, മണൽ പണിക്കും പോകില്ല. അത് കേട്ടപ്പോൾ ലച്ചു ഒന്ന് സമാധാനിച്ചു. എന്നാൽ അവന്റെ ആ വാക്കുകളൊന്നും തന്നെ നിറവേറ്റാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പലതവണയും അവൻ അടിപിടിക്ക് പോയി. പലപ്പോഴും ലച്ചുവിന്റെ മുന്നിലിട്ടും പലരെയോ അടിച്ചു. മണൽപ്പണിയും അവൻ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം സുൽഫിക്ക് അവന്റെ ഒരു ക്ലയന്റിന്റെ കോള് വരുന്നുണ്ട്. ഇവിടെ മണൽ തീർന്നുവെന്നും നീയല്ലേ സ്ഥിരമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, അത്യാവശ്യമായിട്ട് മണൽ വേണമെന്നുമാണ് അയാൾ പറയുന്നത്. എന്നാൽ പകൽ സമയത്ത് ഇവർ ഒരിക്കലും മണൽ ഇറക്കാറില്ലായിരുന്നു. രാത്രി വരെയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഒട്ടും തന്നെ മണലില്ല എന്നാണ് അയാൾ പറയുന്നത്. അത് കാരണം വളരെയധികം റിസ്ക് എടുത്ത് അവർക്ക് പകല് തന്നെ പണിക്കിറങ്ങേണ്ടതായി വരികയാണ്. ഇല്ലെങ്കിൽ അയാൾ ആ ഓഫർ ചുരുളിക്ക് കൊടുക്കുമെന്ന് പറയുന്നു. അത് കാരണം രണ്ടും കൽപ്പിച്ച് പകല് അവർ ആ മണലെടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ലോഡും കൊണ്ട് പോകുന്നത് പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ കൈയോടെ പിടിക്കും. അതുകൊണ്ട് അവരുടെ കൂട്ടുകാരെ എല്ലാം തന്നെ പലയിടത്തും ഇവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലും ഇവരെ സഹായിക്കുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവിടെ പുതുതായിട്ട് ഒരു പോലീസ് ഓഫീസർ ചാർജ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. രാജീവ് എന്നാണ് അയാളുടെ പേര്. ഇല്ലീഗൽ പരിപാടി നടത്തുന്ന എല്ലാവരെയും ഇതുപോലെ പിടിക്കുന്നത് അയാൾക്കൊരു ഹരമായിരുന്നു. അവിടെയെല്ലാം ഓക്കെ ആണോന്ന് കൃഷ്ണേട്ടനോട് സുൽഫി ചോദിക്കുന്നു. കുഴപ്പമില്ല, പകലായോണ്ട് സൂക്ഷിച്ചു വേണമെന്നാണ് അയാൾ പറയുന്നത്. സുൽഫി രണ്ടും കൽപ്പിച്ച് ലോഡ് എടുക്കാൻ പോയി. ബാപ്പുവിനെയും സാബിത്തിനെയും എല്ലാം പലയിടത്തും നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നു. ഈ ഇൻഫർമേഷൻ കൊടുക്കാനായിരുന്നു ആ കോള് വന്നത്. രാജീവ് പുറത്തേക്ക് ഇറങ്ങി വന്ന് കൃഷ്ണനോട് പറയുന്നുണ്ട് വണ്ടി എടുക്കാൻ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. കൃഷ്ണൻ ആകെ ടെൻഷനിലായി. അയാൾ പെട്ടെന്ന് അവർക്ക്
അവർക്ക് മെസ്സേജ് അയക്കുന്നു. പോലീസ് ജീപ്പിനെ ഫോളോ ചെയ്ത് തന്നെ സാബിത്ത് ഉണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ അവന്റെ വണ്ടിയിലെ എണ്ണ തീർന്നു. അവൻ പെട്ടെന്ന് തന്നെ സുൽഫിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നു. എന്നാൽ പോലീസുകാര് ആ പുഴയിലേക്കുള്ള റോഡ് കയറുന്നതിന് മുൻപ് തന്നെ അവർക്ക് ലോഡും കൊണ്ട് അവിടെ നിന്നും പോകണം. അതിനു വേണ്ടിയിട്ട് ബാപ്പു ഒരു പണി ഒപ്പിക്കുന്നു. അവൻ തന്റെ ഓട്ടോ റോഡിൽ തന്നെ നിർത്തിയിടുകയാണ്. പോലീസുകാർക്ക് അത് കടന്നു പോകാൻ പറ്റാത്ത കാരണം അവരവിടെ തന്നെ ബ്ലോക്കായി നിൽക്കുന്നു. ഓട്ടോ സ്റ്റാർട്ട് ആകുന്നില്ല എന്നും കേടായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പല അടവുകളും ഇറക്കി. രാജീവിന് ഏകദേശം കാര്യം മനസ്സിലായി, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. എന്നാൽ ആ സമയം കൊണ്ട് തന്നെ സുൽഫി ലോഡും കൊണ്ടും അവിടെ നിന്നും പോയി. ദേഷ്യം വന്ന രാജീവ് ബാപ്പുവിന്റെ മുഖത്തടിച്ചു. എല്ലാവരും ചേർന്നുള്ള പണിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്നെയൊക്കെ കൈയോടെ കിട്ടും, അന്ന് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് രാജീവ് അവിടെ നിന്നും പോകുന്നത്. പക്ഷെ അപ്പോഴും അവരെ ഒറ്റക്കൊടുത്തത് ആരാണെന്നുള്ള ചിന്തയിലായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ സംശയം ചുരുളിയെ തന്നെയാണ്. അവന്മാരല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല. കുറച്ചു കഴിയുമ്പോൾ മുസ്തഫ സുൽഫിയെ വിളിച്ചിട്ട് പെട്ടെന്ന് പുഴക്കരയിലേക്ക് വരാൻ പറയുന്നു. അവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് പുഴക്കരയിൽ അവർ കൂട്ടിയിട്ടിരുന്ന കുറച്ച് മണലെല്ലാം തന്നെ രാജീവ് പുഴയിലേക്ക് തന്നെ എടുത്തിടിപ്പിക്കുന്നതാണ്. സുൽഫിക്കും മുസ്തഫയ്ക്കും കൂട്ടുകാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദേഷ്യത്തോടെ അവർ അത് നോക്കി തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷെ എന്നിട്ടും രാജീവിന്റെ ദേഷ്യം ഒടുങ്ങിയില്ല. അയാൾ ഇനി അവർ മണല് വാരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തോണി പോലും അവിടെ വെച്ച് പൊളിച്ചു കളയുന്നു. സുൽഫി ഉൾപ്പെടെ എല്ലാവരും ആകെ ധർമ്മസങ്കടത്തിലായി. ഇനി ഈ മണൽപ്പണിക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് റിസ്ക് ഉള്ള കാര്യമാണ്. മുസ്തഫ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, വേറെ എന്തെങ്കിലും നല്ല ജോലി നോക്കാൻ. എന്നാൽ സുൽഫിക്ക് ഈ ജോലി വിടാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല കാശ് കിട്ടുന്ന പണിയാണ്. എന്റെ ബാപ്പ മുതൽ എല്ലാവരും ഈ പണി ചെയ്താണ് ഇത്രയും കാലം ജീവിച്ചത്. ഞാൻ ഈ പണി ഒരിക്കലും നിർത്തില്ല. സുൽഫിക്കും കൂട്ടർക്കും പണി കിട്ടിയതറിഞ്ഞിട്ട് ചുരുളിയും കൂട്ടരും അവരെ കളിയാക്കുന്നുണ്ട്. അവർ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമായി. അതിനിടയ്ക്ക് ലച്ചു സുൽഫിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇതൊക്കെ നിർത്താമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചു വന്ന്. ഇന്നലെ പോലീസുകാർ നിങ്ങൾ മണലെടുക്കുന്നിടത്ത് വന്നു, വള്ളം പൊളിച്ചു, ഇനി അവർ വീട്ടിലും കയറും. ഇതൊക്കെ വലിയ പ്രശ്നത്തിലേക്കാണ് നയിക്കുന്നത്. എനിക്ക് ഈ പണവും ഈ പണിയൊക്കെ മതിയെങ്കിൽ നീ അതുമായിട്ട് മുന്നോട്ട് പോക്കോ. എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നിർത്തണം. അവൻ ആകെ ദേഷ്യം വരാൻ തുടങ്ങി. എനിക്ക് പണം ഉണ്ടാക്കണമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അന്ന് രാത്രിയും അവൻ മണലും കൊണ്ടിറങ്ങി. എന്നാൽ കറക്റ്റ് സമയത്ത് പോലീസുകാർ അവരെ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങി. അവര് വണ്ടി സ്പീഡിൽ തന്നെ വിട്ടു. പോലീസുകാർ ഒരു തരത്തിലും പിറകിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ടതോടുകൂടി അവസാനം ഉണ്ടായിരുന്ന ലോഡാകട്ടെ റോഡിൽ തട്ടുന്നു അവർ. അത് കാരണം പോലീസുകാർക്ക് മുന്നോട്ട് പോകാനും വയ്യ. എന്നിട്ട് വണ്ടിയെടുത്ത് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും അവരെ കത്ത് രാജീവ് അവിടെ വണ്ടിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടിയിൽ ലോഡൊന്നും ഇല്ലല്ലോ, പിന്നെ സാറെന്തിനാ ഞങ്ങളെ പിടിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ അയാളോട് മാറാൻ പറയുന്നു. എന്നാൽ രാജീവ് അതൊന്നും കേൾക്കുന്നില്ല. നീ ലോഡൊക്കെ റോഡിൽ തട്ടിയിട്ടാ വന്നതെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെ വന്നിരിക്കുന്നതെന്ന് രാജീവ് പറയുന്നു. അവിടെ വെച്ച് ഇവർ തമ്മിൽ വലിയൊരു അടി ഉണ്ടാവുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സുൽഫി ആകട്ടെ രാജീവിന്റെ ചെകിടത്തടിക്കുന്നു. പിന്നീട് ആകട്ടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന രാജീവിന്റെ അടുത്തേക്ക് മറ്റൊരു പോലീസുകാരൻ വരുന്നതും സുൽഫിയെ ഞങ്ങൾ കൈയോടെ പിടിച്ചു എന്ന് പറയുന്നതുമാണ്. പക്ഷേ ഇവിടെ അടി കിട്ടിയ രാജീവിന്റെ ഒരു ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ തനിക്ക് പരാതി ഒന്നും തന്നെ ഇല്ല എന്നാണ് രാജീവ് പറയുന്നത്. തനിക്ക് അവന്മാരോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ താൻ തീർത്തോ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ലീഗലായിട്ട് ഒരു പരാതിക്കും രാജീവ് തയ്യാറല്ലായിരുന്നു. സ്റ്റേഷനിലേക്ക് എത്തിയ പോലീസുകാരനാകട്ടെ സുൽഫി എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. കൃഷ്ണൻ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. പക്ഷെ കറക്റ്റ് സമയത്ത് ഹൈദർ അവിടേക്ക് വന്നു. തന്റെ മോനെ തൊടാൻ ഇവിടെ ഒരു പോലീസുകാരും ആയിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. നിങ്ങൾക്ക് ഈ മണലിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പണ്ട് ഞാൻ കൊണ്ടിറക്കിയ മണൽ കൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ തന്നെ കെട്ടിയത്. അതൊന്നും നീയൊന്നും മറക്കാതിരിക്കുന്നതാ നല്ലത്. ഇവിടെ വക്കീലുമായിട്ട് വന്നതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ സുൽഫി അവർ പുറത്തിറക്കി കൊണ്ടുപോരുന്നു. എന്നാൽ രാജീവ് വെറുതെ ഇരിക്കാൻ സാധ്യയില്ലെന്നും തൽക്കാലം ഇവിടെ നിന്നൊന്ന് മാറുന്നതാണ് നല്ലതെന്നുമാണ് സുൽഫിയോട് ഹൈദർ പറയുന്നത്. കാരണം പണ്ട് ഹൈദർ മണൽക്കടത്ത് നടത്തുന്ന സമയത്ത് ഈ രാജീവിന്റെ അച്ഛൻ ഇതേ സ്റ്റേഷനിലെ തന്നെ ഇൻചാർജ് ആയിരുന്നു. അന്ന് അയാളുമായിട്ട് ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ അച്ഛന്റെ പാത പിന്തുടർന്നു തന്നെയാണ് മകനും പോകുന്നത്. അതുകൊണ്ട് അധികം മുട്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ സുൽഫിയുടെ കൂട്ടുകാരാകട്ടെ ചുരുളിയുടെ ആൾക്കാരെ എടുത്തിട്ട് അടിക്കുകയായിരുന്നു. കാരണം ഒറ്റിക്കൊടുത്തത് അവന്മാരാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അവസാനം ചുരുളിയുടെ അടുത്തും ഇവർ വഴക്കിന് ചെന്നപ്പോഴേക്കും ലച്ചു അവരുടെ ഇടയിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇത്തവണ ഒറ്റിക്കൊടുത്തത് അവനല്ല എന്ന്. ഞാനാണ് പോലീസിനെ വിവരം അറിയിച്ചത്. അതോടുകൂടി ബാക്കി എല്ലാവരും ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. സുൽഫി എങ്ങനെയെങ്കിലും ഈ പണിയൊന്ന് നിർത്താൻ വേണ്ടിയായിരുന്നു ലച്ചു ഇതെല്ലാം ചെയ്തത്. അങ്ങനെ തൽക്കാലം ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുക്കി തീരുന്നിടം വരെ ശരത്തിനെയും സുൽഫിയും അവർ അവിടെ നിന്നും മാറ്റുന്നു. കുറച്ച് ദൂരെയുള്ള മലമുകളിലുള്ള ഒരു വീട്ടിലേക്കാണ് അവർ അവരെ കൊണ്ടുപോകുന്നത്. അവനെ ഇനി നാട്ടിൽ നിർത്തുന്നത് സേഫ് അല്ല എന്നും ദുബായിലേക്ക് അയക്കാനുമായിരുന്നു ഹൈദറിന്റെ തീരുമാനം. അതിനു മുമ്പ് അയാളാകട്ടെ ചുരുളിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. സുൽഫിയും ലച്ചുവും തമ്മിലുള്ള പ്രണയം രണ്ട് വീട്ടുകാർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇനി അതൊന്നും വേണ്ടാന്നും കാരണം അവൻ എത്ര പറഞ്ഞിട്ടും നന്നാകുന്ന ലക്ഷണമില്ല എന്നും അവനെ ഞാൻ ദുബായിക്ക് അയക്കാൻ പോവുകയാണെന്നുമാണ് ഹൈദർ പറയുന്നത്. നിന്റെ കല്യാണം ഞാൻ നടത്തിത്തരാം, നല്ലൊരാളെ കണ്ടെത്തി തന്നെ നടത്തിത്തരും. ചുരുളിക്കും അത് സമ്മതമായിരുന്നു. ലച്ചു ആകെ തകർന്ന മട്ടിലായിരുന്നു. ലച്ചു തന്റെ വിഷമമെല്ലാം തന്നെ തന്റെ ഫ്രണ്ടിനോട് പറയുന്നു. ഇത്രയും കാലം ഞാൻ അവനെ പ്രതീക്ഷിച്ചായിരുന്നത്. അവന് ദ്രോഹമുണ്ടാക്കുന്ന ഒന്നും തന്നെ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. പക്ഷേ ഇനി അവൻ നന്നാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ തീരാനാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ തീരട്ടെ. സുൽഫിയും ശരത്തും ഇവിടുത്തെ പണിയൊക്കെ വിട്ടിട്ട് കുറച്ചുനാൾ മാറി നിൽക്കാൻ തുടങ്ങിയതോടുകൂടി സാബിത്ത് ആകെ ഒറ്റയ്ക്കായി. തനിക്ക് കാശിന്റെ കുറച്ച് ആവശ്യമുണ്ട്, മാത്രമല്ല വൈകിട്ട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സാബിത്ത് അന്ന് അവിടെ നിന്നും പോകുന്നത്. മണൽ വണ്ടി പോകുമ്പോ എസ്കോട്ട് പോകാൻ തന്നെയായിരുന്നു ഇത്തവണ അവന്റെ പണി. നീ ആരുടെ ലോഡിന്റെ കൂടെ പോകുന്നെന്ന് ബാപ്പു ചോദിച്ചെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. സുൽഫിയുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എല്ലാം തന്നെ കൃഷ്ണ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
20-ാം തീയതി അവൻ ദുബായിലേക്ക് പോകാനിരിക്കുകയാണ്. എന്നാൽ അന്ന് രാത്രിയാകട്ടെ ആരും അറിയാതെ സുൽഫിയും ശരത്തും നാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് തന്നെ അടിച്ച പോലീസുകാരന് 8ന്റെ പണി കൊടുക്കുകയും ചെയ്തു. അയാളെ ഇടിച്ച് ഒരു പരുവാക്കിയിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. പിറ്റേന്ന് സുൽഫിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഹൈദർ അവിടെ ചെല്ലുന്നു. അവരെയും കൂട്ടിക്കൊണ്ടുവരുന്ന വഴിക്ക് ഹൈദർ സുൽഫിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തലേന്ന് ആ പോലീസുകാരനിട്ട് പണി കൊടുത്തു എന്ന്. ഇല്ലാന്ന് പറഞ്ഞെങ്കിലും അയാൾക്കറിയാമായിരുന്നു അത് അവര് തന്നെയാണ് ചെയ്തതെന്ന്. അതിനിടയ്ക്ക് മുസ്തഫ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരൻ സാബിത്തിന് ഒരു ചെറിയ പണി കിട്ടി. അവന് തലേന്ന് രാത്രി ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു കാല് മുറിച്ച നിലയിൽ കിടക്കുന്ന സാബിത്തിനെയായിരുന്നു. മണൽ വാരുന്ന ജോലി ഇല്ലാതായ കാരണം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി അവന് കാശിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവൻ പണിക്കിറങ്ങിയത്. എന്നാൽ ഇതിന്റെയൊക്കെ പിന്നിൽ ചുരുളി തന്നെയായിരിക്കും എന്നാണ് സുൽഫി പറയുന്നത്. അവനുള്ള പണി താൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സുൽഫി പുറത്തേക്ക് ഇറങ്ങിയതും ഹൈദർ അവനെ പിടിച്ചു നിർത്തുന്നു. കാരണം നീ പണി കൊടുക്കാൻ പോകുന്ന ചുരുളി ഇപ്പോ ഹോസ്പിറ്റലാ, അവനും മരിച്ചിരിക്കുന്നു. തലേന്നത്തെ ആക്സിഡന്റില് ഇവർക്ക് 2 പേർക്കും പണി കിട്ടി. ചുരുളിയുടെ ലോഡിന് എസ്കോട്ടുമായിട്ടായിരുന്നു സാബിത്ത് പോയത് തന്നെ. ചുരുളി മരിക്കുകയും സാബിത്തിന്റെ അവസ്ഥ ഇങ്ങനെയാവുകയും ചെയ്തതോടുകൂടി അവരെല്ലാം ആകെ തകർന്ന മട്ടിലായിരുന്നു. ശരത്തും ബാപ്പുവും പറയുന്നുണ്ട്, ഈ പണി നമുക്ക് വിടുന്നതാ നല്ലത്. എന്നാൽ സുൽഫിക്ക് ഈ ജോലി വിടാൻ ഒരു ഉദ്ദേശവുമില്ലായിരുന്നു. അവർ രണ്ടുപേരും പറയുന്നുണ്ട്, നമുക്ക് ഈ വണ്ടി വിറ്റ് കാശാക്കാമെന്ന്. അവനത് കേട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങിയതോടുകൂടി ബാപ്പു പറയുന്നുണ്ട്, നിനക്ക് പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ എന്ന്. ചുരുളിയുടെ അച്ഛൻ ഗോപിയും അന്ന് കൂട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ലപോലെ നീന്തലറിയാവുന്ന അയാളെ വേനൽക്കാലത്ത് ആ പുഴയിൽ മുങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അതിന്റെ പിന്നിൽ മറ്റാരുമായിരുന്നില്ല, അന്നത്തെ ഇവിടുത്തെ പോലീസുകാരെ തന്നെയായിരുന്നു. ആ ഗതി നിനക്കും വരാൻ പാടില്ല. ഗോപിയുടെ മരണശേഷമാണ് നിന്റെ ഉപ്പ പണിയെല്ലാം വിട്ടത്. അവരിങ്ങനെയെല്ലാം പറയുന്ന കേട്ടതോടുകൂടി അവസാനം സുൽഫി തീരുമാനിക്കുന്നു ആ വണ്ടി വിൽക്കാമെന്ന് തന്നെ. ഇവിടെ സുൽഫിക്ക് പോകാനുള്ള ടിക്കറ്റും വാങ്ങി വരികയായിരുന്നു ഹൈദർ. എന്നാൽ വഴിയിൽ വെച്ച് രാജീവ് അയാളെ തടഞ്ഞു നിർത്തുന്നു. അവൻ അങ്ങനൊന്നും അത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകില്ല എന്നും അവന്റെ മയ്യത്ത് എന്തായാലും നിങ്ങൾ കാണേണ്ടി വരുമെന്നുമാണ് അയാൾ പറയുന്നത്. തന്റെ മകനെ അയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇങ്ങനെ പേടിച്ചൊളിച്ചോടിയിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കിയ അയാളാകട്ടെ അന്ന് സുൽഫിയോട് പറയുന്നുണ്ട്, എനിക്കൊരു ലോഡ് വേണമെന്ന്. ഇനി നമ്മൾ പേടിച്ചോടേണ്ട കാര്യമില്ല, അയാളെ നേരിടുക തന്നെ വേണം. അയാൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് നീ ഒരു ലോഡ് എനിക്ക് വേണ്ടി പുഴയിൽ നിന്നും കൊണ്ടുവരണം. അതിന് നീ നിന്റെ വണ്ടി കൊണ്ടുപോകണ്ട, എന്റെ വണ്ടി കൊണ്ടുപോയാൽ മതി. പണ്ട് ഗോപിയും ഹൈദറും ചേർന്ന് മണല് കടത്തിയിരുന്ന അതേ ലോറി തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. ആ ലോറിയുടെ പേരായിരുന്നു കടകൻ എന്ന്. ശരിക്കും ആ ലോറി കണ്ടതും മുസ്തഫ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയി. പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോയ അവരെല്ലാം ഉത്സാഹത്തോടു കൂടി മണല് വാരാൻ തുടങ്ങി. കറക്റ്റ് സമയത്ത് എവിടെ നിന്നോ ഇൻഫർമേഷൻ കിട്ടിയിട്ട് രാജീവും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാജീവിനെ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു സുൽഫി. അവിടെ വെച്ച് അവർ രണ്ടുപേരും വലിയ അടിയുണ്ടാക്കുകയാണ്. അവസാനം രാജീവിനെ അടിച്ചൊരു പരുവമാക്കി സുൽഫി. അയാളെ കൊന്നുകളയും എന്നൊരു ഘട്ടം എത്തിക്കഴിയുമ്പോഴാണ് ഹൈദർ വന്ന് തടയുന്നത്. ഇനിമേലാൽ ഞങ്ങളുടെ വഴിയിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്നും പേടിപ്പിച്ചാണ് പറഞ്ഞു വിടുന്നത്. പക്ഷെ ആ ലോഡ് അവിടെ നിന്നും കൊണ്ടുപോകാൻ ഹൈദർ സമ്മതിച്ചില്ല. ആ ലോഡ് മുഴുവൻ പുഴയിലേക്ക് തന്നെ തട്ടിയേക്കാനാണ് അയാൾ പറയുന്നത്. അയാളുമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ മണൽവാറിലും ഇവിടം കൊണ്ടുവച്ച് നിർത്തിക്കോ. എന്നിട്ട് അയാൾ സുൽഫിയെ ദുബായിലേക്ക് കയറ്റി അയച്ചു. പിന്നീട് കാണിക്കുന്നത് 4 വർഷങ്ങൾക്ക് ശേഷം ദുബായിലെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സുൽഫിയാണ്. സാബിത്ത് അവനെ നാട്ടിലിരുന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ശരത്ത് ബോംബെക്ക് പോവാണെന്ന് പറഞ്ഞു പോയതാ, അവന്റെ ഒരു വിവരവുമില്ല. നീ എന്നാ നാട്ടിലേക്ക് വരുന്നതെന്ന് അവൻ സുൽഫിയോട് ചോദിക്കുന്നു. ഞാൻ അയക്കുന്ന കാശൊക്കെ നിനക്ക് കിട്ടില്ലേന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഫോണെല്ലാം വെച്ചിട്ട് അവൻ ഒരു വണ്ടി നോക്കി പോവുകയായിരുന്നു. ശരിക്കും ഇവിടെ നിന്നും അവൻ ദുബായിക്ക് പോയെങ്കിലും അവിടെയും അവൻ ഇല്ലീഗൽ പരിപാടി ഉണ്ടായിരുന്നു. അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ശരത്ത്. ആൾക്കാർ പറഞ്ഞ പോലെ അവൻ ബോംബെക്കൊന്നും പോയിരുന്നതല്ല. ഇവർ ഈ ജന്മം നന്നാകാൻ പോകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.